എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് മകരം 24 ഫെബ്രുവരി 7-ാം തീയതി 2026. ഇന്ന് ശനിയാഴ്ചയാണ്. എല്ലാവരും ശനി ഭഗവാനെ പ്രാർത്ഥിക്കുക. ശനൈശ്ചരായ നമഃ എന്ന് പറയുന്ന മന്ത്രം ജപിക്കുക. ഓം ശം ശനൈശ്ചരായ നമഃ. അതാണ് ശനിയുടെ മൂലമന്ത്രം. ശനിദശ അനുഭവിക്കുന്നവർക്ക്, ഏഴര ശനി അനുഭവിക്കുന്നവർക്ക്, കണ്ടകശനി അനുഭവിക്കുന്നവർക്കൊക്കെ ഈ പ്രാർത്ഥന വളരെ ഉചിതമായൊരു പ്രാർത്ഥനയാണ്. അത് ഒരിടത്ത് തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നില്ല. നടക്കുന്ന വഴിയെല്ലാം ഈ ശനിയുടെ മൂലമന്ത്രം പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. വളരെയധികം പ്രയോജനപ്രദമായൊരു മന്ത്രമാണത്. ശാസ്താക്ഷേത്ര ദർശനവും അനിവാര്യമാണ്. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ആദ്യമായി അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചാണ് പറയാനുള്ളത്. ഇന്നത്തെ ദിവസം ആരോഗ്യത്തിൽ വളരെയധികം മോശപ്പെട്ട ഒരു ദിവസമാണ്. ബ്ലഡ് പ്രഷർ വർദ്ധിക്കുവാനും, ഷുഗർ വർദ്ധിക്കുവാനും, അതുപോലെ തന്നെ മുട്ടുവേദന, നടുവേദനയൊക്കെ ഉള്ളവർക്ക് അത് വർദ്ധിക്കുവാനും, കഴുത്ത് വേദന വർദ്ധിക്കുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. കണ്ടകശനി കാലമായതുകൊണ്ട് ഇത്തരത്തിലുള്ള മനക്ലേശങ്ങളോ അപ്രതീക്ഷിതമായ ചില ദൗർഭാഗ്യങ്ങളോ ഒക്കെ വന്ന് ചേരുവാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. എന്നാൽ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനിരിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താനായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്രയോജനപ്പെടുന്ന ഒരു ദിവസവുമായിരിക്കും. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന ദിവസമാണ്. എല്ലാ മേഖലയിൽപ്പെട്ടവർക്കും ഇതേ അനുഭവങ്ങളാണ് ഉണ്ടാവുക. എന്നാൽ കലാകാരന്മാർക്കും സിനിമാ വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായിരിക്കും. വ്യോമമാർഗം സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക്, വിമാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക്, അല്ല അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും ഉചിതമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ അനുഭവങ്ങൾ ഭാവിയിലേക്ക് വളരെയധികം നല്ല ഒരു വാഗ്ദാനം തരുന്ന സംഭവങ്ങളാണ്. എന്നാൽ അശ്രദ്ധ മൂലം പല അവസരങ്ങളും നഷ്ടപ്പെടുത്തി കളയാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. വാക്കുകൾ കൊണ്ട് ശത്രുക്കളെ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. നിങ്ങളുടെ നാവ് പിഴയ്ക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ചുപയോഗിക്കുക. കുടുംബത്തിൽ ചില കലഹങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ സമാധാനം ലഭിക്കുന്ന ദിവസമാണ്. ശമ്പള വർധനയ്ക്ക് സാധ്യതയുണ്ട്. പുതിയ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ കോൺട്രാക്റ്റുകൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. റിയൽ എസ്റ്റേറ്റുകൾ അല്ലെങ്കിൽ സാധാരണമായ കായികമായ ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് പുതിയ ജോലി ലഭിക്കുവാനും, പുതിയ കൂട്ടുകെട്ടുകൾ, ഒരുപാട് ബന്ധങ്ങൾ നിലനിർത്താനും ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും യോജിച്ച ചില കാര്യങ്ങൾ തിരഞ്ഞെടുക്കുവാനും ഏറ്റവും അനുയോജ്യമായ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുവാനുമൊക്കെ സാധിക്കുന്നതാണ്. ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ഇഷ്ടജനങ്ങളുമായി സംസാരിച്ച് നല്ല കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. എന്നാൽ ബന്ധുക്കളിൽ ചിലർക്ക് ഉണ്ടാകുന്ന വിയോഗം മൂലം മനക്ലേശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ചില പരിപാടികൾ മാറ്റിവെക്കുന്നത് മൂലം നഷ്ടങ്ങൾ വരുവാനും സാധ്യതയുണ്ട്. ബിസിനസ്സുകാർക്ക് ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായ ദിവസമായിരിക്കില്ല. കൂടാതെ മലഞ്ചരക്ക് വ്യാപാരം, കൃഷി തുടങ്ങിയ കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുന്നവർക്കും അത്ര നല്ല ദിവസമായിരിക്കില്ല. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. കസ്റ്റംസ് പോലെയുള്ള അധികാരപരമായ ജോലി ചെയ്യുന്നവർക്ക്, അതേപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്യുന്നവർക്ക് ഇന്ന് വളരെയധികം അംഗീകാരം ലഭിക്കുകയും വളരെ അനുകൂലമായ കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ഒക്കെ പറ്റുന്ന ഒരു ദിവസമായിരിക്കും. വിവാഹാധികാരികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു അവസരം വന്നു ചേരുന്ന ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. എന്നാൽ പൂയം നക്ഷത്രക്കാർക്ക് ചില വൈഷമ്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപകട സാധ്യത കാണുന്നു. അതേപോലെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. മുൻകരുതലുകൾ എടുത്തതിന് ശേഷം മാത്രമേ വാഹനം ഓടിക്കാവൂ. അമിത വേഗത്തിൽ ഓടിക്കുന്നത് മൂലം ചില അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന വയറിംഗ്,
അതുപോലെയുള്ള ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർക്കും വീട്ടമ്മമാർക്കുമൊക്കെ ചില അപകടങ്ങൾക്ക് സാധ്യത കാണുന്നു. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് അത് വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ സമയോചിതമായ ചികിത്സാ രീതികൾ ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു ദിവസവുമാണ് ഇന്ന്. നിയമകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ അനുകൂലമായിരിക്കില്ല. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാലേർ. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. സമാധാനപരമായി പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ദിവസമാണ്. കഴിഞ്ഞ ദിവസത്തെ നഷ്ടങ്ങൾ പരിഹരിക്കും വിധം ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകുന്ന ദിവസമാണ്. ലോഹനിർമ്മിതമായ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഇന്ന് അനുയോജ്യമായ അനുഭവങ്ങളാണ് വന്നു ചേരുന്നത്. ബന്ധുക്കളുമായി ചില തർക്കങ്ങൾ ഉണ്ടാകുന്നവർക്ക് പരിഹരിക്കാൻ സാധ്യതയുണ്ട്. ഉറ്റവരുമായി ചില കലഹങ്ങൾ ഉണ്ടായിരുന്നത് പരിഹരിക്കുന്നതിനോടൊപ്പം തന്നെ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും സാധ്യതയുണ്ട്. സമയോചിതമായ ഇടപെടൽ മൂലം പല ബുദ്ധിമുട്ടുകളും ഒഴിവാക്കുവാൻ സാധ്യതയുണ്ട്. സഹപ്രവർത്തകരോ കീഴ് ജീവനക്കാരോ മൂലം മനക്ലേശം അനുഭവിക്കാനും സാധ്യത കാണുന്നു. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി വരാൻ സാധ്യതയുണ്ട്. വിദേശ പഠനം, വിദേശയാത്രയൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനുതകുന്നതായ അനുഭവങ്ങൾ വന്നു ചേരാനായിട്ട് സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ പകൽ സമയത്തുണ്ടാകുവാനും വൈകുന്നേരത്തോടുകൂടി ക്ലേശകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ഇന്ന് യാത്ര ചെയ്യാൻ തന്നെ ഒട്ടും തന്നെ ഉചിതമായൊരു ദിവസമായിരിക്കുകയില്ല. വിദേശയാത്രയ്ക്കോ അല്ലെങ്കിൽ വിദേശത്ത് ജോലിയോ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. എങ്കിലും വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നേക്കാം. ഫ്ലൈറ്റുകൾ ഡിലേ വരാം, അല്ലെങ്കിൽ ട്രെയിനുകൾ ഡിലേ വരാം. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടതായി വന്നേക്കാം. ചില കലഹങ്ങളിൽ ചെന്ന് പെടാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. വളരെയധികം ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. കുടുംബത്തിലുണ്ടായിരുന്ന ചില കലഹങ്ങൾ പറഞ്ഞു തീർക്കാനായി സാധിക്കും. പുതിയ വീട് വാങ്ങുവാനോ വസ്തു വാങ്ങുവാനോ ഒക്കെ തീരുമാനിച്ചിരിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതായി കാണുന്നു. അതുപോലെ ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായൊരു മറുപടി ലഭിക്കുന്ന ദിവസമാണ്. സന്താനങ്ങൾക്കും വളരെയധികം ആശ്വാസകരമായ ഒരു ദിവസമായിരിക്കും. അവരെക്കുറിച്ചുള്ള മനസ്സമാധാനം ഉണ്ടാകാനും ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില സാഹചര്യങ്ങൾ തെളിഞ്ഞു വന്നേക്കാം. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വളരെ നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. എന്നാൽ ധനനഷ്ടത്തിന് ഇടയാക്കുന്ന പല സാഹചര്യങ്ങളും ഇന്നത്തെ ദിവസം ഉണ്ടായേക്കാം. കസ്റ്റംസ് തുടങ്ങിയ അധികാരപരിധിയിൽ ജോലി ചെയ്യുന്നവർക്ക് വീഴ്ചകൾ മൂലം വാർണിംഗ് കിട്ടുവാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. ഷിപ്പുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും അത്തരത്തിലൊരു അനുഭവം പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ ഭൂമി സംബന്ധിച്ച ജോലി ചെയ്യുന്നവർക്ക്, റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവർക്ക്, ഭൂമിയിൽ പണി ചെയ്യുന്നവർക്ക്, എർത്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. അതുപോലെ സന്താനങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഭാവി ജീവിതം പടുത്തുയർത്തുവാനായി തീർച്ചയായിട്ടും സാധിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കലാകാരികൾക്ക് അല്ലെ കലാകാരന്മാർക്ക് ഏറ്റവും അനുകൂലമായ അംഗീകാരം ലഭിക്കുന്ന ഒരു ദിവസമാണ്. ഏറ്റവും മനസ്സിന് സമാധാനം ലഭിക്കുന്നതും അതേപോലെ പ്രചോദനം ലഭിക്കുന്നതുമായ ക്രിയേഷനുകൾ പൂർത്തിയാക്കുവാൻ സാധിക്കുന്ന ദിവസമാണ്. ആർട്ടിസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് നല്ല ദിവസമാണ്. അനിമേറ്റേഴ്സിന് ഏറ്റവും നല്ല ദിവസമായിരിക്കും. ഇന്നൊരു പഠനം തുടങ്ങാൻ ഒട്ടും തന്നെ നല്ല ദിവസമായിരിക്കില്ല. ഇന്ന് ചികിത്സ തുടങ്ങാനും ഇന്നത്തെ ദിവസം പ്രതികൂലമായ ഒരു ദിവസമായിരിക്കും. വീട്ടമ്മമാർക്ക് ഏറ്റവും നല്ല ഒരു സന്തോഷം ലഭിക്കുന്ന ദിവസമായിരിക്കും. ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കുന്നത് മൂലം കുടുംബാംഗങ്ങൾ അംഗീകരിക്കുന്ന ഒരു ദിവസമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അത്ര തന്നെ ഗുണകരമായ ദിവസമായിരിക്കില്ല. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രതികൂലമായ ചില അനുഭവങ്ങൾ നേരിടേണ്ടതായി കാണുന്നു. ഔഷധം കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക. വീഴ്ചകൾ സംഭവിക്കുവാനും
നിയമ നടപടികൾ നേരിടാനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ ആശ്വാസപ്രദമായ ദിവസമായിരിക്കില്ല. അധികരിച്ച തിരക്ക് മൂലം പല കാര്യങ്ങളും വിട്ടുപോകുവാനും മറവി മൂലം ധനനഷ്ടം ഉണ്ടാകാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് മൂലം നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക. മറവി മൂലം പല നഷ്ടങ്ങളും വരാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ ഏറ്റവും അനുയോജ്യമായൊരു ദിവസമായിരിക്കും ഇന്ന്. ആ സംരംഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ വളരെയധികം സ്വാധീനിക്കുന്ന രീതിയിൽ വളർന്നു വരുവാനായിട്ട് സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങൾ, പുതിയ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ തുടക്കം കുറിക്കാൻ പറ്റുന്ന ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമായിരിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ സർജറി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ചില അപകട സാധ്യത അല്ലെങ്കിൽ റിസ്കുകൾ ഒക്കെ നേരിടേണ്ടതായി വന്നേക്കാം. ചില അബദ്ധങ്ങൾ കൊണ്ട്, അശ്രദ്ധ കൊണ്ട്, ചില വീഴ്ചകൾ കൊണ്ട് ചോദ്യം ചെയ്യപ്പെടേണ്ട അവസ്ഥ വരെ വരാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കുക. അസുഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ ഇന്ന് ഉണ്ടാകുന്നതാണ്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും നല്ല ഒരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ദീർഘായുസ് പ്രതീക്ഷിക്കുന്നവർക്ക് അതിനുതകുന്നതായ രീതിയിലുള്ള ചികിത്സാ രീതിയൊക്കെ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെ അഭിവൃദ്ധി ഉണ്ടാകുന്ന ദിവസമാണ്. മാനസികമായി ക്ലേശം അനുഭവിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഡിപ്രഷൻ പോലെയുള്ള അനുഭവങ്ങൾ ഉള്ളവർക്കൊക്കെ അത് ആശ്വാസകരമായ രീതിയിൽ പര്യവസാനിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. കൂടാതെ പുതിയ ചികിത്സ, പുതിയ കൂട്ടുകെട്ട് ഒക്കെ പ്രചോദനം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. പങ്കാളിയുമായി ഒരു നല്ല ബന്ധത്തിൽ വന്നു ചേരാനും മനപ്പൊരുത്തത്തിൽ വരുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. കേസ്, വഴക്ക് തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത്ര തന്നെ ഗുണപ്രദമായ ഒരു ദിവസമായിരിക്കുകയില്ല എന്ന്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്കും അതുപോലെ മാനസിക ക്ലേശം അനുഭവിക്കുന്നവർക്കും അത്ര തന്നെ അനുകൂലമായ ദിവസമായിരിക്കില്ല. ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തിരിച്ചടികൾ ലഭിക്കുന്ന ദിവസമാണ്. നിയമം കൈകാര്യം ചെയ്യുന്നവർക്കും ഒട്ടും തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. ഉച്ചയ്ക്ക് ശേഷം എല്ലാ കാര്യങ്ങൾക്കും വ്യത്യാസം വരുന്നതാണ്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും ഒക്കെ ഉള്ള അറിയിപ്പ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗലബ്ധിക്കുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു എന്നുള്ള വിശേഷം ലഭിക്കാൻ സാധ്യതയുണ്ട്. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനും സൗഹൃദം പങ്കുവയ്ക്കാനും ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വളരെയധികം പ്രയോജനപ്രദമായ മറുപടികൾ ലഭിക്കുന്ന ദിവസമാണ്. അതുപോലെ പുറത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക്, വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായ മറുപടി ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതികാല, ഉത്തിട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും ആനന്ദപ്രദമായൊരു ദിവസമായിരിക്കും. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നിവർത്തിക്കുവാനും പല കാര്യങ്ങൾ സാധിക്കുവാനും ഉതകുന്ന ഒരു ദിവസമായിരിക്കും. പ്രത്യേകിച്ച് രേവതി നക്ഷത്രക്കാർക്ക് ഇന്ന് വളരെയധികം ആശ്വാസമുണ്ടാകുന്ന ചില അനുഭവങ്ങൾ വരാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും ഇന്ന് ഏറ്റവും അനുകൂലമായ ചില കാര്യങ്ങൾ വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. മറ്റ് നക്ഷത്രക്കാർക്കും തിരക്കേടില്ലാത്തൊരു ദിവസമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ആശയങ്ങൾ വന്നു ചേരുകയും അത് പ്രസൻറ്റ് ചെയ്യുകയും അതിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയും അംഗീകാരം ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും. ചില വൈഷമ്യങ്ങൾ മൂലം നിർത്തിവച്ചിരിക്കുന്ന ചില പദ്ധതികൾ പുനരാരംഭിക്കുവാനുള്ള ധനസഹായമോ അല്ലെങ്കിൽ സഹകരണമോ ഒക്കെ വന്നു ചേരുവാനായിട്ട് സാധ്യതയുണ്ട്.
ഉന്നതന്മാരുമായി ഇടപെട്ട് ചില നല്ല കാര്യങ്ങൾ തീരുമാനിക്കുവാനും ഇന്നത്തെ ദിവസം വളരെയധികം ഗുണപ്രദമായിരിക്കും. സന്താനങ്ങളെ കുറിച്ചുള്ള ആകാംക്ഷകൾക്ക് ഒരു പരിധിവരെ ഗുണപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാകും. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരെയും സർവേശ്വരൻ കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം പറയുന്നു.